Hello and good morning. വെൽക്കം ടു മൈ ചാനൽ ഓസ്കി വിത്ത് വിമൽ. അപ്പോൾ നമ്മുടെ UK NMC ഓസ്കിക്കകത്ത് കുറേ ചാർട്ടുകൾ അവർ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൻ്റെ അകത്ത് ഞാൻ ഈ ഹോസ്പിറ്റൽ മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻ അഡ്മിനിസ്ട്രേഷൻ റെക്കോർഡ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ പോവാം. അപ്പോൾ ഇത് ഒത്തിരി കുട്ടികൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ചാർട്ട് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് തരാമോ, അതായത് കാർഡെക്സ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് തരാമോ എന്ന്. കുറച്ച് നാൾ മുമ്പ് വേറൊരു കാർഡെക്സ് അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ കറണ്ട് കാർഡെക്സ് ഈ കാർഡെക്സ് ആണ്. അപ്പോൾ ഈ കാർഡെക്സ് ഞാനൊന്ന് ഡിസ്ക്രൈബ് ചെയ്ത് തരാം. അവ നോക്കിക്കൊള്ളുക. അപ്പോൾ അതിൻ്റെ അകത്ത് ഇതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഹോസ്പിറ്റൽ മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ റെക്കോർഡ്. അപ്പോൾ നമ്മൾ UK നമ്മൾ കാർഡെക്സ് ഫുള്ളായിട്ട് ചെക്ക് ചെയ്തെടുക്കണം. ചെക്ക് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നോക്കിക്കൊള്ളുക. അതിനകത്ത് ഒന്ന് ഡെമോഗ്രാഫിക് ഡേറ്റ ഏറ്റവും മുകളിൽ, സർനെയിം, ഫോർനെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഹോസ്പിറ്റൽ NHS നമ്പർ, വാർഡ്, ഡേറ്റ് ഓഫ് അഡ്മിഷൻ, കൺസൾട്ടൻറ്റ്, ടൈം ഓഫ് അഡ്മിഷൻ, ബോഡി മാസ് ഇൻഡെക്സ്, അതുപോലെ വെയിറ്റ്, അതുപോലെ തന്നെ ഹൈറ്റ്. നമ്മൾ ചെക്ക് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ എക്സാം ഐ എം ഗോയിങ് ടു ചെക്ക് ദ കാർഡെക്സ്, അല്ലെങ്കിൽ ഐ എം ഗോയിങ് ടു റീഡ് ദ കാർഡെക്സ് എന്ന് പറയണം. പറഞ്ഞിട്ട് പേഷ്യൻ്റെ പേര്, ഫോർ എക്സാമ്പിൾ ഫോർനെയിമും അതുപോലെ തന്നെ സർനെയിം കൂടെ മിക്സ് ചെയ്ത് പറയണം. എക്സാമ്പിൾ പേഷ്യൻ്റെ പേരാണെങ്കിൽ ജോൺ കോട്ടർ എന്നാണെങ്കിൽ ജോണും കോട്ടറും കൂടെ മിക്സ് ചെയ്ത് ജോൺ കോട്ടർ എന്നാക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് പറയുക, ഹോസ്പിറ്റൽ NHS നമ്പർ പറയുക, ഹൈറ്റ് നമ്മൾ മീറ്ററിൽ പറയണം, 1.75 മീറ്റേഴ്സ് എന്ന എക്സാമ്പിൾ പറയണം. വെയിറ്റ് ആണെങ്കിൽ 80 കിലോഗ്രാം എന്ന് പറയണം. അതുപോലെ ബോഡി മാസ് ഇൻഡെക്സ് പറയണം, കൺസൾട്ടൻ്റെ പേര് പറയണം, ടൈം ഓഫ് അഡ്മിഷൻ പറയണം, ഡേറ്റ് ഓഫ് അഡ്മിഷൻ പറയണം, നമ്പർ ഓഫ് പ്രിസ്ക്രിപ്ഷൻ റെക്കോർഡ്സ് മെൻഷൻ ചെയ്യുക. 1, 2, 3, 4 ടിക്ക് ചെയ്തിരിക്കും, ടിക്ക് ചെയ്യുക. അതിൻ്റെ താഴെ ഓൾ പ്രിസ്ക്രൈബേഴ്സ് മസ്റ്റ് കംപ്ലീറ്റ് ദ സിഗ്നേച്ചർ റെക്കോർഡ്. അപ്പോൾ ഡോക്ടേഴ്സ് സിഗ്നേച്ചർ റെക്കോർഡ് എന്ന് പറയുമ്പോൾ ഡോക്ടേഴ്സ് സിഗ്നേച്ചർ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്, അപ്പോൾ അവരുടെ നെയിം, GMC NMC നമ്പർ, സിഗ്നേച്ചർ, ബ്ലീപ്പ്, അത് തന്നെ സെയിം റിപ്പീറ്റ് ചെയ്ത് തരിക. അപ്പോൾ നെക്സ്റ്റ് കോളം ഈസ് നൗ ഐ എം മൂവിങ് ഡൗൺ ടു ഡോക്ടേഴ്സ് സിഗ്നേച്ചർ റെക്കോർഡ്. ഉണ്ടെങ്കിൽ അത് വായിച്ചോളുക. അതിൻ്റെ തൊട്ട് വരുമ്പോൾ Now I am moving to the nurse signature record എന്ന് പറഞ്ഞാൽ മതി. എന്നിട്ട് നമുക്ക് പേര്, ഇനിഷ്യൽ, സിഗ്നേച്ചർ ആൻഡ് ബേസ്, അത് നിങ്ങളുടെ പേര് എഴുതി സിഗ്നേച്ചറും ഇനിഷ്യലും ബേസും എഴുതിയിട്ട് നിങ്ങൾ എഴുതി വെക്കുക. അപ്പോൾ നമ്മൾ ഓസ്കി സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി. എഴുതിയതിന് ശേഷം ഔട്ട് വരിക. Now I am coming down to alert column എന്ന് പറഞ്ഞ ശേഷം അതിനകത്ത് അലർജീസ്, സെൻസിറ്റിവിറ്റി, അഡ്വേഴ്സ് റിയാക്ഷൻ, അതുപോലെ മെഡിസിൻ സബ്സ്റ്റൻസ് വല്ലതും ഉണ്ടെങ്കിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാത്രം പറയുക. അല്ലെങ്കിൽ മെൻഷൻ ഇതൊക്കെ അവിടെ ഫില്ലപ്പ് ചെയ്ത് തന്നിരിക്കും, അത് മെൻഷൻ ചെയ്യുക. അത് കമ്മിങ് ഡൗൺ മെഡിക്കേഷൻ റിസ്ക് ഫാക്ടേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് കോളം ഈസ് മെഡിക്കേഷൻ റിസ്ക് ഫാക്ടേഴ്സ്, പ്രഗ്നൻസി, റീനൽ ഇമ്പയർമെൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യുക. എംപയർഡ് ഓറൽ എക്സസ് ഉണ്ട്, ഡയബറ്റീസ്, അതർ ഹൈ റിസ്ക് കണ്ടീഷൻസ് സ്പെസിഫൈ ചെയ്യുക. അപ്പോൾ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്ത് പറയുക. കമ്മിങ് ഡൗൺ ടു ദ നെക്സ്റ്റ് കോളം. അപ്പോൾ ഈ ഡെമോഗ്രാഫിക് ഡാറ്റ വായിക്കുന്നത് ചില സ്ഥലങ്ങളിൽ എക്സാമിനേഴ്സ് നിങ്ങളോട് ഡെമോഗ്രാഫിക് ഡാറ്റ ആദ്യമേ ചെക്ക് ചെയ്തെടുക്കാൻ പറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി വായിച്ചാൽ മതി എന്ന് പറയും. ചില സ്ഥലങ്ങളിൽ ഡെമോഗ്രാഫിക് ഡാറ്റ പേജ് ആയിട്ട് വായിപ്പിക്കും. രണ്ടാമത്തെ പേജിൽ ഡെമോഗ്രാഫിക് ഡാറ്റ വായിക്കണം. എന്നിട്ട് താഴോട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് കണ്ടോ, മെഡിക്കേഷൻ നോൺ അഡ്മിനിസ്ട്രേഷൻ, സെൽഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ കോളം ഉണ്ട്. ഞാൻ പറയാം, എക്സാമിനോട് പറയണം, ഞാൻ വായിക്കും ടു റീഡ് ദ മെഡിക്കേഷൻ നോൺ അഡ്മിനിസ്ട്രേഷൻ സെൽഫ് അഡ്മിനിസ്ട്രേഷൻ കോളം. എന്നിട്ട് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇതിനകത്ത് മെഡിസിൻ. അപ്പം നമ്മൾ 1 എന്ന് വെച്ചാൽ സീരിയൽ നമ്പർ അല്ല, 1, 2, 3 എന്ന് വെച്ചാൽ സീരിയൽ നമ്പർ അല്ല, 1 കോഡാ. 1 is for. അപ്പോൾ 1 is for medicine not available, 2 is for patient of the ward, 3 is for self administration, 4 is for unable to administer, 5 is for stat dose given, 6 is for prescription correct and clear, 7 is for patient refused, 8 is for nil by mouth, 9 is for low pulse or low BP, 10 is for state the nursing room notes including action taken. എന്താണ് സംഭവിച്ചതെന്നാണ് എഴുതുന്നത്. ഓക്കെ, അതിന് തൊട്ട് താഴെ വൺസ് ഓൺലി മെഡിസിൻ. അപ്പോൾ ഇതിൻ്റെ അത് നമുക്ക് വൺസ് ഓൺലി മെഡിസിൻ, പ്രീ മെഡിക്കേഷനോ ആൻറ്റിബയോട്ടിക്, സാധാരണ ഈ IV ഫ്ലാഷ് ഒക്കെ സാധനം ഇവിടെ വരുന്നത്. അപ്പം ഡേറ്റ്, ഡ്രഗ്, ഡോസ്, റൂട്ട്, ടൈം റിക്വയർഡ്, ഇൻസ്ട്രക്ഷൻസ്, പ്രിസ്ക്രൈബർ സിഗ്നേച്ചർ, അതുപോലെ പ്രിന്റ് നെയിം ആൻഡ് ബ്ലീഡ് നമ്പർ, ടൈം ഗിവൺ, സിഗ്നേച്ചർ ഗിവൺ, അതുപോലെ ഫാർമസി ചെക്ക് ഇതിനകത്ത് ഫില്ലപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഓൾറെഡി ഇത് ഫില്ലപ്പ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, എക്സാമ്പിൾ IV ഫ്ലഷിനൊക്കെ ഇവിടെയാണ് പ്രിസ്ക്രിപ്ഷൻ വരുന്നത്, അപ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഇനി അതിൻ്റെ താഴോട്ട് വരുമ്പോൾ നമ്മുടെ ഡെമോഗ്രാഫിക് ഡാറ്റ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് പ്രിസ്ക്രൈബ്ഡ് ഓക്സിജൻ ആണ്. ഡെമോഗ്രാഫിക് ഡാറ്റ നമുക്ക് വായിച്ച പോലെ വായിച്ചെടുക്കണം. പ്രിസ്ക്രൈബ് ഓക്സിജൻ്റെ അകത്ത് ഒരു പ്രശ്നം എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 92% കൂടുതൽ. ഇപ്പോൾ എക്സാമിന് വാട്ട് ഈസ് ഓക്സിജൻ സാച്ചുറേഷൻ ഫോർ ദ പേഷ്യൻ എന്ന് പറയും. പേഷ്യൻ ഓക്സിജൻ കിട്ടുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ ഇപ്പോൾ 92% കൂടുതലുണ്ടെങ്കിൽ പേഷ്യൻറ്റിന് നമുക്ക് ഓക്സിജൻ സ്റ്റോപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കാം, എടുക്കാതിരിക്കാം. അപ്പോൾ എന്താ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡിസിഷൻ എടുക്കുക. കാരണം എക്സാമിന് ചോദിക്കുക എന്താണ് പേഷ്യൻറ്റിൻ്റെ വാല്യൂ ചോദിക്കുക. പേഷ്യൻ്റെ വാല്യൂ 90% കൂടുതലാണ്. പേഷ്യൻ്റ് പറയുക സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണെങ്കിൽ നൗ ഐ ആം സ്റ്റോപ്പ് ദ ഓക്സിജൻ ആൻഡ് ഐ വിൽ ഒബ്സർവ് യുവർ സെൽഫ് എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ ഹാൻഡ് ജെൽ അപ്ലൈ ചെയ്ത് മാസ്ക് ഒക്കെ മാറ്റി വെച്ചിട്ട് ഓക്സിജൻ ഓഫ് ചെയ്ത് വെച്ചിട്ട് തിരിച്ച് വന്നിട്ട് നമ്മൾ കാർഡെക്സ് സൈൻ ചെയ്തെടുക്കണം. അപ്പോൾ സൈൻ ചെയ്ത് രണ്ടാമത്തെ സ്റ്റോപ്പിൻ്റെ അത് കോളേജിൽ നമ്മൾ സൈൻ ചെയ്യുന്നത് കേട്ടോ.
അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കണ്ടിന്യൂസ് ഓക്സിജൻ തെറാപ്പി ഇതൊക്കെ നമ്മൾ ഫില്ലപ്പ് ചെയ്താൽ വരുന്നത്, ഒന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കമ്മിങ് ഡൗൺ ഇതിൽ നോക്കേണ്ട ആവശ്യമില്ല. ആൻറ്റി മൈക്രോബിയൽസ് ഇവിടെയാണ്. അപ്പോൾ നമുക്ക് മെഡിസിൻ ഇവിടുന്ന് വായിക്കണം. ഡ്രഗ് ടുഡേ, ഡേറ്റ് എന്ന് വെച്ചാൽ ടുഡേ എന്ന് പറഞ്ഞാൽ കാണിക്കുന്നത്, ഫ്രീക്വൻസി, റൂട്ട്, അതുപോലെ ഡ്യൂറേഷൻ, ടൈം ഇവിടെ ടൈം വരുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ഡേറ്റ്, ഫിനിഷ് ഡേറ്റ്, കൾച്ചേഴ്സ് ടേക്കൻ. അപ്പോൾ അതിൻ്റെ അകത്ത് ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇത് കണ്ടോ, ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഒരു പർപ്പസ്, ഒരു ക്രൈറ്റീരിയ അല്ല. പോസ്റ്റിനകത്ത് ഇൻഡിക്കേഷൻ വേണം നിർബന്ധമില്ല. ഇൻഡിക്കേഷൻ ഇല്ലെങ്കിൽ സംഭവം ഓക്കെയാണ്. ഇൻഡിക്കേഷൻ അവിടുത്തെ ഒരു എന്തുവാണ്, റിമാർക്ക് അല്ല. പ്രിസ്ക്രൈബേഴ്സ് സിഗ്നേച്ചർ ബ്ലീപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബ്ലീപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഡയറക്റ്റായിട്ട് വിളിക്കാനുള്ള പേജ് നമ്പറാണ് ബ്ലീപ്പ്. അപ്പോൾ അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് പ്രിൻറ്റ് യുവർ നെയിം, ഇത്രയും നമ്മൾ എഴുതണം. അതായത് ഡേറ്റ് നോക്കിക്കേ, ഇതൊക്കെ ഓൾറെഡി എഴുതി വരണം. അപ്പോൾ ഇതൊന്ന് മൊത്തം ഒന്ന് ചെക്ക് ചെയ്ത് സംഭവം ഓക്കെയാണ് നമുക്ക് എടുക്കാം. ഇതുപോലെ തന്നെ കമ്മിങ് ഡൗൺ മറ്റേതൊക്കെ വരുന്നത് എല്ലാം ഇങ്ങനെ തന്നെയാണ് വരുന്നത്. കൂടുതൽ കണ്ടോ, എല്ലാം അങ്ങനെ തന്നെയാണ് വരുന്നത്. റെഗുലർ മെഡിസിൻസ് വരുന്നു. അത് കഴിഞ്ഞിട്ട് അതിന് താഴോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അഡീഷണൽ ആയിട്ടുള്ള മെഡിസിൻസ് ഒക്കെ വരുന്നു. അതെല്ലാം 1 by 1 ആയിട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നോക്കിയോ, ആസ് റിക്വയർഡ് മെഡിസിൻ, PR മെഡിസിൻ വരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് താഴോട്ട് വന്നിട്ട് ഇൻഫ്യൂഷൻസ് വരുന്നു. അപ്പോൾ നമുക്ക് ഇൻഫ്യൂഷൻസ് വരുമ്പോൾ നമുക്ക് ഇവിടെ ഇൻഫ്യൂഷൻ പ്രിസ്ക്രിപ്ഷൻ ആയിരിക്കും. അത് ഈ പേഷ്യൻ്റ് ഇൻഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഫ്ലൂയിഡ് നോക്കിയിട്ട് സംഭവം ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണെന്ന് ചെക്ക് ചെയ്തെടുക്കണം. വോമിറ്റഡ് ഡോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവസാനമാണ് വോമിറ്റഡ് ഡോസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. വോമിറ്റഡ് ഡോസിൻ്റെ അകത്ത് ഇപ്പോൾ പർട്ടിക്കുലർ ഡേറ്റ്, ടൈം, ഡ്രഗ്, ഡോസ്, റൂട്ട്, ഇൻസ്ട്രക്ഷൻസ്, റീസൺ ഫോർ ഒമിഷൻ, അത്രയും എഴുതി. റീസൺ ഫോർ ഒമിഷൻ ഡിലേ മോർ ദാൻ 2 hours. അപ്പോൾ നമുക്ക് ഒമിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പറയണം, ഐ എം ഗോയിങ് ടു ഗെറ്റ് യുവർ ഡോക്ടർ ടു കറക്റ്റ് ഇറ്റ്, വൺസ് ഇറ്റ് ഈസ് കറക്റ്റഡ് ഐ വിൽ കം ബാക്ക് ടു യു എന്ന് പറയണം. സിഗ്നേച്ചർ ഫാർമസി ചെക്കും സെക്ഷൻ. അപ്പം ഇത് നമ്മൾ ഫില്ലപ്പ് ചെയ്യണം. അത് വോമിറ്റ് ചെയ്യേണ്ടി വരുവാണെങ്കിൽ, ഇല്ലെങ്കിൽ വിട്ടേച്ചാൽ മതി. ഓക്കെ, ഇതാണ് നമ്മുടെ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ എന്താണ് ഹോസ്പിറ്റലിൻ്റെ കാർഡക്സ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്നുള്ളത് എൻ്റെ വിശ്വാസം. നമ്മൾ ഹോസ്പിറ്റൽ കാർഡക്സിൻ്റെ അകത്ത്, അപ്പോൾ അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കാർഡക്സ് എടുക്കുക. കാർഡക്സ് എടുത്തതിന് ശേഷം നിങ്ങൾ കാർഡക്സ് റീഡ് ചെയ്യുക, ഡെമോഗ്രാഫിക് ഡേറ്റ് റീഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് പേജ് റീഡ് ചെയ്യുക. ഫസ്റ്റ് പേജ് റീഡ് ചെയ്തതിന് ശേഷം റിസർച്ച് നമ്മളുടെ സൈൻ ചെയ്യുക. സൈൻ ചെയ്തിട്ട് രണ്ടാമത്തെ പേജിലോട്ട് വരിക, നോൺ അഡ്മിനിസ്ട്രേഷൻ റെക്കോർഡ് ഷീറ്റ്. ഇതാണ് നമ്മൾ രണ്ടാം പേജ് വായിക്കേണ്ടത് പ്രധാനമായിട്ടും. അത് കഴിഞ്ഞിട്ട് വൺസുള്ള മെഡിസിൻ ചെക്ക് ചെയ്തെടുക്കുക. ഓക്സിജൻ സ്റ്റോപ്പ് ചെയ്യുന്ന ഡിസിഷൻ എടുക്കുക. ഓക്സിജൻ ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ വിട്ടേക്കുക. ഇതിൻ്റെ പേഷ്യന് ഓക്സിജൻ ഇല്ല, അതുകൊണ്ട് മൂവിങ് ടു ദ നെക്സ്റ്റ് പേജ് എന്ന് പറഞ്ഞ് പോയാൽ മതി. അപ്പോൾ ഇത് വായിക്കുമ്പം കമ്മിങ് ഡൗൺ ടു ദ നെക്സ്റ്റ് പേജ്, നെക്സ്റ്റ് കോളം, മൂവിങ് ടു ദ നെക്സ്റ്റ് പേജ് എന്നൊക്കെ പറഞ്ഞ് വായിക്കണം. കാരണം വെച്ചാൽ എക്സാമിനൊക്കെ കേൾക്കണം നിങ്ങൾ എന്താ സാധിക്കുക. എക്സാമിന് നമ്മൾ അടുത്തൊന്നും നോക്കത്തില്ല, നിങ്ങൾ വായിക്കുന്നത് കറക്റ്റാണെന്ന് എക്സാമിന് നോക്കത്തില്ല. അത് നിങ്ങൾ അവർ കേൾക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾ വായിച്ചെടുത്തോളാം കേട്ടോ. അപ്പോൾ ഇതാണ് എനിക്ക് ബ്രീഫായിട്ട് നമുക്ക് നമ്മളുടെ കാർഡക്സിനെ കുറിച്ച് പറയാനുള്ളത്. കാർഡക്സ് റീഡിങ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ബേസിക്കലി നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടിയെന്ന് എൻ്റെ വിശ്വാസം. ഞാൻ ബ്രീഫായിട്ടത് പറയാനാണ് ഉദ്ദേശിച്ചത്. ഇതിനേക്കാൾ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ ക്വസ്റ്റൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയാൽ മതി, ഞാനത് കറക്റ്റ് ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ, ഹോസ്പിറ്റൽ സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഹോസ്പിറ്റൽ ഓൺലൈൻ അവൈലബിൾ ആണ്, ഓഫ്ലൈൻ കോട്ടയത്ത് അവൈലബിൾ ആണ്. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തോളുക. അപ്പം ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്ക് എവർക്കും താങ്ക് യു വെരി മച്ച്. അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ അത് എൻകറേജ് ആയിരിക്കും. താങ്ക് യു വെരി മച്ച്. അതുപോലെ തന്നെ ഞാൻ CBT ക്ലാസ് ഉണ്ട്, ഓസ്ട്രേലിയൻ ഓസ്കി ഉണ്ട്, അതുപോലെ തന്നെ നമ്മളുടെ UK ഓസ്കി ഉണ്ട്. സോ താങ്ക് യു വെരി മച്ച്. സീ യു നെക്സ്റ്റ് ടൈം.